രാവിലെ 8 മണിക്ക് സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും നയോമി പാതി ഉറക്കത്തിലായിരുന്നു. വിജയാനന്ദൻ്റെ സീരിയലിൻ്റെ ഷൂട്ടിംഗ് വെളുപ്പിന് 4 മണിവരെ നീണ്ടു. 4:30 മുതൽ 7 മണിവരെ ഹോട്ടൽ റൂമിൽ ഉറങ്ങി. 7 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി സിനിമയുടെ ലൊക്കേഷനിലേക്ക്. മേക്കപ്പിട്ട് ഷോട്ടിന് റെഡിയായപ്പോൾ മുതൽ സംവിധായകൻ മഹേന്ദ്രൻ പിറുപിറുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉറക്കം തൂങ്ങി നിന്നാൽ പോരാ, ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യണം. 7 മണിക്ക് ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് മണി 8. മേക്കപ്പും ഡ്രസ് ചേഞ്ചും കഴിഞ്ഞപ്പോൾ 8:45. ഇതൊക്കെ എവിടെ നടക്കും? രാത്രി മുഴുവൻ ഷൂട്ടിംഗ് ആയിരുന്നു സാർ, സോറി. നയോമി ക്ഷമാപണം നടത്തി. സോറിയൊക്കെ ആർക്ക് വേണം? നിങ്ങൾ സീരിയലിൻ്റെ ഷൂട്ടിംഗ് പോയതുകൊണ്ടല്ലേ രാത്രി ഉറക്കമെടുക്കേണ്ടി വന്നത്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വരുന്നത് ഞങ്ങളും. 2 ദിവസത്തിനകം തീർത്തോളാമെന്ന വാക്ക് കൊടുത്തിരുന്നതാ. ഇവിടെ 2 ദിവസം പോരാ, 2 ദിവസത്തിനകം എങ്ങനെ തീർക്കും? നയോമി വന്നപ്പോൾ മുതൽ മഹേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുകയാണ്. സാർ ക്ഷോഭിക്കരുത്. ക്ഷോഭിച്ചാൽ ഒന്നും നടക്കില്ല. എൻ്റെ മൂഡ് പോകും. നിന്റെ മൂഡ് പോയാൽ എനിക്കെന്താ? അങ്ങനെ കൃത്യമായി ദിവസത്തിൻ്റെ എണ്ണം പറഞ്ഞിട്ടല്ല നീ എൻ്റെ സിനിമയുടെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത്. എത്ര ദിവസം ഞാൻ ചോദിച്ചാലും തരണം, എത്ര മണിക്കൂർ ചോദിച്ചാലും തരണം, എത്ര മണിക്കൂർ ആവശ്യപ്പെട്ടാലും അഭിനയിക്കണം. അതൊക്കെ സാർ വേണ്ട പോലെ എടുത്തോളണം. 2 ദിവസം കഴിഞ്ഞാൽ നയോമി ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. 2 അല്ല 4 ദിവസം കഴിഞ്ഞാലും ഈ സിനിമ തീർത്ത് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന തുക നഷ്ടപരിഹാരം കെട്ടിവയ്ക്കേണ്ടി വരും കോടതിയിൽ. നയോമി ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ പണം കെട്ടിവെക്കേണ്ടി വരൂ. ഇല്ലെങ്കിലോ? സാർ എന്നോട് മത്സരിക്കാൻ നിൽക്കാതെ 2 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തീർക്കാൻ നോക്കണം. ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. മഹേന്ദ്രനെ അവൾ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. എങ്കിലും വഴക്കടിക്കാനുള്ള സമയമല്ല എന്ന് തോന്നിയതുകൊണ്ട് അയാൾ എത്രയും വേഗം ഷോട്ടുകൾ എടുത്തു തുടങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമ സമയത്ത് നയോമി മൊബൈൽ ഫോൺ ഓൺ ചെയ്തു. അതിൽ ധാരാളം മിസ്ഡ് കോളുകളും മെസ്സേജുകളും വന്നു കിടപ്പുണ്ടായിരുന്നു. സൗദാമിനി അമ്മയുടെയും കൃഷ്ണമ്മയുടെയും അനിൽ ബാബുവിൻ്റെയും മിസ്ഡ് കോളുകളാണ് ഏറെയും. അതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അവൾ വീണ്ടും ഫോൺ ഓഫ് ചെയ്തു. വൈകുന്നേരം 7 മണിയായപ്പോൾ അവൾ മഹേന്ദ്രനെ സമീപിച്ചു പറഞ്ഞു, സാർ, ഞാൻ നൈറ്റ് കൂടി നിൽക്കാൻ റെഡിയാണ്. ഇന്നലെ രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് ഇന്നും കൂടി ഉറങ്ങാതെ നിൽക്കാമെന്നോ? ഇത് തീർക്കാൻ വേണ്ടിയാണ്. നാളെ ഒരു ദിവസം കൂടിയേ ഞാൻ ഈ വേഷത്തിലും ഭാവത്തിലും ഉണ്ടാവൂ. മറ്റന്നാൾ മുതൽ നയോമി ഇല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, സോങ്സ് കട്ട്സ് കുറേ ബാക്കിയുണ്ട്. അതാണെങ്കിൽ മൂന്നാറിലും തേക്കടിയിലും ഷൂട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് നിൻ്റെ കൂടുതൽ ഡേറ്റുകൾ കിട്ടിയേ തീരൂ. സാർ, ഇവിടെ തീരാനുള്ളത് രാത്രി 2 മണി വരെ വർക്ക് ചെയ്ത് തീർക്കാം. ഡ്രൈവർമാരെല്ലാം ഇപ്പോഴേ പോയി ഉറങ്ങട്ടെ. 2 മണിക്ക് ഇവിടുന്ന് തിരിച്ചാൽ നേരം വെളുക്കുമ്പോൾ മൂന്നാർ എത്തും. ബാക്കിയുള്ളവർക്ക് കാറിലിരുന്നുറങ്ങാം. ഉച്ചവരെ മൂന്നാറിൽ ഷൂട്ട് ചെയ്തിട്ട് 12 മണിക്ക് തിരിച്ചാൽ 3 മണിക്ക് തേക്കടിയിലെത്താം. അവിടെ 3-3.5 മണിക്കൂർ കിട്ടും. നയോമി ഭേദഗതി നിർദ്ദേശിച്ചു. ഇത്രയൊക്കെ സാഹസപ്പെട്ട് ഓടേണ്ട ആവശ്യം എന്താണ്? നിന്റെ ദിവസങ്ങൾ കരാർ പ്രകാരം ഞങ്ങളുടെ കയ്യിൽ വേണ്ടുവോളം ഉണ്ട്. നിനക്കുള്ള പ്രതിഫലം മുഴുവൻ തന്നു കഴിഞ്ഞതുമാണ്. അതെല്ലാം കടലാസിലല്ലേ സാർ? സിനിമ കടലാസിൽ വരച്ചു തീർക്കാൻ പറ്റില്ലല്ലോ. സിനിമ തീരണ്ടേ? നയോമി ചോദിച്ചു. ഞാൻ നയോമി അല്ലാതാകും. വേറൊരു അഡ്രസ്സും ഐഡൻറ്റിറ്റിയും എനിക്ക് കിട്ടും. നയോമിയുടേതായ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രയാകും. മഹേന്ദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി. ഇവൾക്ക് മനോവൈകല്യമാണോ അതോ ഇവൾ പറയുന്നത് ശരിക്കും സത്യം തന്നെയാണോ എന്ന് പിടികിട്ടാത്ത നോട്ടമായിരുന്നു അത്. നിനക്ക് എങ്ങനെ നീയല്ലാതാകാൻ പറ്റും? നീ നയോമിയാണല്ലോ. എനിക്ക് പറ്റില്ല ഞാനല്ലാതാകാൻ. സാറിന് പറ്റില്ല, കാരണം സാർ മഹേന്ദ്രൻ സാറാണ്. പക്ഷേ എനിക്ക് പറ്റും, കാരണം ഞാൻ നയോമിയല്ല. എൻ്റെ ഐഡൻറ്റിറ്റിയും അഡ്രസ്സും വേറെയാണ്. ഞാൻ നയോമിയായി അഭിനയിക്കുന്നതേയുള്ളൂ. ശരിക്കും നീ നയോമിയല്ലേ? അല്ല. പിന്നെ നീ ആരാണ്? അത് പോലീസാണ് പറയേണ്ടത്. പോലീസ് അത് വെളിപ്പെടുത്തും വരെ ഞാൻ നയോമിയാണ്. എന്നാലും നിനക്കറിയാമല്ലോ നീ ആരാണെന്ന്? മഹേന്ദ്രൻ ചോദിച്ചു. ഇല്ലേ? ഇപ്പോൾ ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞാൽ ഈ നിമിഷം ഷൂട്ടിംഗ് നിർത്തേണ്ടി വരും. സാറിനത് സമ്മതമാണെങ്കിൽ ഞാൻ പറയാം. ഇതൊന്നും വെറുതെ പറയുന്നതല്ലെന്ന് സാറിന് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാകും. ക്രൈംബ്രാഞ്ച് പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ. ഈ യൂണിറ്റ് ഒന്നടങ്കം നിരീക്ഷണത്തിലാണ്. ഈ ജോലി എപ്പോൾ തീരുന്നുവോ അപ്പോൾ അവരെന്നെ ഏറ്റെടുക്കും. മഹേന്ദ്രൻ ഒന്ന് പതറി. അയാൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിച്ച് ലൊക്കേഷനിൽ പോലീസ് സാന്നിധ്യമുണ്ടോ എന്ന് തിരക്കി. ഫീൽഡിന് വെളിയിൽ ഒരു മഹീന്ദ്ര സ്കോർപിയോയിൽ ഷൂട്ടിംഗ് കാണാനെന്ന മട്ടിൽ ഒരു സംഘം ആളുകൾ അവിടെ ചുറ്റി നടക്കുന്നുണ്ടെന്ന വിവരം കിട്ടി. അത് പോലീസാണെങ്കിൽ അവർ മഫ്തിയിലാണ്. ഫീൽഡ് കൺട്രോളർ ശശികുമാർ അഭിപ്രായപ്പെട്ടു. നയോമി പറയുന്നതിൻ്റെ വാസ്തവികത മഹേന്ദ്രന് ബോധ്യപ്പെട്ടു തുടങ്ങി. ശരി, നീ പറഞ്ഞ പോലെ ചെയ്യാം. അയാൾ സമ്മതിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കുള്ള നയോമി എവിടെ? അവൾക്ക് എന്ത് സംഭവിച്ചു? അതും പോലീസ് പറയും. പോലീസിൻ്റെ കണ്ണിൽ നീ വാദിയോ പ്രതിയോ അതോ വെറും സാക്ഷിയോ? അതും പോലീസ് തീരുമാനിക്കും. മഹേന്ദ്രൻ്റെ കണ്ണിൽ ആശ്ചര്യം വിട്ടുമാറാതെ നിന്നു. മുമ്പിലുള്ളത് നയോമിയല്ല എന്ന ഓർമ്മ അയാളെ ഇടയ്ക്കിടെ അത്ഭുത സ്തബ്ധനാക്കി.
ഷോട്ട് എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും അയാളുടെ നോട്ടം അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. നയോമിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഈ സ്ത്രീയിൽ കണ്ടുപിടിക്കാനാകുമോ എന്ന് കിണഞ്ഞു ശ്രമിച്ചു. ഒരുപക്ഷെ ഇവളെ തന്നെ കണ്ട് കണ്ട് നയോമിയുടെ തനതായ രൂപം ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയും ഇവളുടെ രൂപം മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കാം എന്ന് അയാൾ വിചാരിച്ചു. താനറിഞ്ഞ ഈ ഗൂഢരഹസ്യം മറ്റാരെങ്കിലുമായി പങ്കുവയ്ക്കണോ എന്ന് അയാൾ സംശയിച്ചു. ക്യാമറമാൻ മാർട്ടിനോട് മാത്രം ഇക്കാര്യം പറഞ്ഞു. മാർട്ടിൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ഗൗതം ഘോഷിനെ വിളിച്ച് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അയാൾക്കറിയാതെ വരില്ലല്ലോ. നയോമി ആരാണെന്ന് അടിമുടി അറിയാവുന്നത് ഗൗതമിനാണ്. ഇന്ന് നയോമിക്ക് ഷൂട്ടുണ്ടെന്ന വിവരം പോലും അയാളെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ അയാൾ ഇവിടെ വന്ന് അവളെ ചുറ്റിപ്പറ്റി നിൽക്കും. ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയണ്ട, നമ്മുടെ സംശയം പങ്കുവച്ചാൽ മതി, മാർട്ടിൻ നിർദ്ദേശിച്ചു. അയാൾ അടുത്ത ഷൂട്ടിനു വേണ്ടി ലൈറ്റപ്പ് നടത്തുന്ന സമയത്ത് മഹീന്ദ്രൻ ഗൗതം ഘോഷിനെ ഫോണിൽ വിളിച്ചു. നയോമിയെപ്പറ്റി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. മുഖവരയോടെ മഹീന്ദ്രൻ സംസാരിച്ചു തുടങ്ങി. സംശയം നയോമിയെ പറ്റിയാ? അവൾ ശരിക്കും നയോമിയല്ലെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? അവളുടെ പെരുമാറ്റം കൊണ്ട് തോന്നിയിട്ടുണ്ട്, അല്ലാതെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. മഹീന്ദ്രൻ സാർ ചോദിക്കാൻ എന്താ കാരണം? കാരണമുണ്ട്. പെരുമാറ്റം കൊണ്ട് തോന്നിയെന്ന് വെച്ചാൽ എന്താ നീ ഉദ്ദേശിച്ചത്? അവളെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ട് തിരിച്ചു വന്ന ശേഷം വളരെ സ്ട്രേഞ്ച് ആയിട്ടാണല്ലോ നമ്മളോടൊക്കെ ബിഹേവ് ചെയ്തത്. നമ്മളെ ആരെയും തിരിച്ചറിഞ്ഞില്ല, കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല, ആരോടും വിധേയത്വമില്ല. ഒരു റഫ് ക്യാരക്ടറായിട്ടല്ലേ അവൾ പെരുമാറിയത്. ഭയങ്കര ബോൾഡായിട്ട് തോന്നി. അതെല്ലാം ഓക്കെ, നീ അവളോടൊപ്പം ഉറങ്ങിയിട്ടുള്ളവനല്ലേ? നിങ്ങളൊന്നിച്ച് സിംഗപ്പൂരും തായ്ലൻഡും മലേഷ്യയിലും ദുബായിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഹോട്ടലുകളിൽ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നീ അവൾക്ക് വേണ്ടി നിൻ്റെ ഫാമിലിയും ബിസിനസ്സും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായവനാ. അത് നയോമി അല്ലെങ്കിൽ നീ തിരിച്ചറിയണ്ടേ? ഷുവർ, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട് നീ തിരിച്ചറിഞ്ഞില്ല? അവൾ നയോമി അല്ലേ? അല്ലെന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു ന്യൂസ്, മഹീന്ദ്രൻ പറഞ്ഞു. ഏയ്, അത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ നീ കൃത്യമായിട്ടൊരു മറുപടി തരുമോ ഗൗതം? പറയാമല്ലോ. തിരിച്ചു വന്ന നയോമിയുമായി, അതായത് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ശേഷം നീ കിടക്ക പങ്കിട്ടിട്ടുണ്ടോ? ഒരുമിച്ച് കിടന്നോ കെട്ടിപ്പിടിച്ചോ എന്നൊന്നുമല്ല, ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി വരുന്നില്ല. എന്താ മിണ്ടാത്തെ? നിനക്ക് ഓർമ്മ വരുന്നില്ലേ? പലതവണ നിങ്ങൾ ഹോട്ടൽ മുറികളിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടാണ് സംശയം. ഇല്ലെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും നിനക്ക് അവളെ ഇനി കിട്ടില്ല. ഇല്ലെന്നുള്ളതാണ് സത്യം. ഒരിക്കൽ പോലും അവൾ പഴയതുപോലെ അടുത്തിടപഴകിയിട്ടില്ല. അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ടുണ്ടായ പ്രശ്നമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഹഗ് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. 1-2 തവണ, അതും വെറും ഫോർമാലിറ്റി. 2 ഫ്രണ്ട്സ് തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന പോലെ, വികാരമൊന്നുമില്ല. എന്നിട്ട് നിനക്ക് സംശയമൊന്നും തോന്നിയില്ല? സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ ഇങ്ങനെയായിരിക്കുമെന്ന് കരുതി. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി ഗൗതം. അത് നയോമിയല്ല. തിരിച്ചു വന്ന ശേഷം വളരെ സ്ട്രേഞ്ചായിട്ടാണ് എന്നോടും മാർട്ടിനോടും നമ്മുടെ ക്രൂവിനോടും അവൾ ബിഹേവ് ചെയ്തത്. തമ്മിലുള്ള വഴക്ക് കോടതി വരെ എത്തി. ഞാൻ റിമാൻഡിൽ കിടക്കേണ്ടി വന്നു. നിനക്ക് അതെല്ലാം അറിയാമല്ലോ. എത്ര പ്രകോപനമുണ്ടായാലും നയോമി നമുക്കെതിരെ പോലീസിന് പരാതി കൊടുക്കുകയോ നഷ്ടപരിഹാരം വാങ്ങുകയോ കേസിന് പോവുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ എനിക്ക് ഓരോ സംഭവത്തിൻ്റെയും കാര്യകാരണങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അവൾ നയോമി അല്ലെന്ന് തന്നെയാണോ മഹേന്ദ്രൻ സാർ പറയുന്നത്? ഇപ്പോൾ അത് നിൻ്റെ മനസ്സിലിരുന്നാൽ മതി. ഒരു അടിയൊഴുക്ക് നമ്മളറിയാതെ കാൽച്ചുവട്ടിലൂടെ പോകുന്നുണ്ട്. നമ്മളൊക്കെ പോലീസ് നിരീക്ഷണത്തിലാണ്. എനിക്ക് തോന്നുന്നത് നയോമി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നാ. മൈ ഗോഡ്. ഏയ്, ഞാൻ വിശ്വസിക്കില്ല. അതെന്തൊരു മറിമായം. ഇതെല്ലാം പോലീസിൻ്റെ കളിയാണെന്നോ? നോ നോ നോ. നയോമി ഇപ്പോൾ എവിടെയുണ്ട്? തൽക്കാലം അതറിയാൻ ശ്രമിക്കേണ്ട. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ നീ എവിടെയാണോ അവിടെ തന്നെ ഇരിക്കുക. 2 ദിവസത്തിനകം എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടും. മഹീന്ദ്രൻ കോൾ കട്ട് ചെയ്ത ശേഷം മാർട്ടിനോട് പറഞ്ഞു. നയോമി ഇല്ലെന്ന് അവൾ വെറുതെ പറഞ്ഞതല്ല മാർട്ടിൻ. നയോമി എന്ന പേരിൽ തിരിച്ചു വന്ന പെണ്ണിനെ ഗൗതമിന് തൊടാൻ പോലും കിട്ടിയിട്ടില്ല. പിന്നെ അവൾ ആരാണ്? എങ്ങനെ അവൾക്ക് നയോമിയുടെ രൂപം കിട്ടി? എന്തിനവൾ നയോമിയായി വേഷം കിട്ടി? നമ്മൾ അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഇന്ന് രാത്രിയും നാളെയും കൊണ്ട് നയോമിയുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. അത് നടക്കുമോ? സമയം രാത്രി നമ്മൾ മൂന്നാർ പോകുന്നു. നേരം വെളുക്കുമ്പോൾ അവിടെ എത്തും. ഉച്ചയ്ക്ക് തേക്കടിക്ക് തിരിക്കണം. സംഭവം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സീരിയസ് ആണ്. ഞാൻ റെഡി സാർ. ഷോട്ട് പറഞ്ഞോളൂ. കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. താൻ വിജയാന്തനെ വിളിച്ച് ചോദിക്കണം അയാളുടെ സീരിയലിൽ നയോമിയുടെ റോൾ ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്തോന്ന്. ഓക്കെ സാർ. മാർട്ടിൻ അപ്പോൾ തന്നെ വിജയാന്തനെ വിളിച്ച് സീരിയലിൽ നയോമി ചെയ്തു വന്ന നായിക കഥാപാത്രം ഇനിയുണ്ടോ എന്ന് തിരക്കി. എന്താ അങ്ങനെ ചോദിച്ചത്? വിജയാന്തൻ്റെ മറുചോദ്യം വന്നു. നയോമി ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്. മറ്റന്നാൾ അവൾ അഭിനയിക്കുന്നില്ല. സീരിയലിലെ കഥാപാത്രവും നിർത്തിയെന്ന്. അത് ശരിയാണ്. ഞങ്ങൾ ഇരുട്ടടി കിട്ടിയതുപോലെ ഇരിക്കുക. മറ്റെന്തെങ്കിലും വഴി നോക്കണം.
വിജയാനന്ദൻ്റെ മറുപടി മാർട്ടിൻ മഹേന്ദ്രനെ ധരിപ്പിച്ചു. അതോടെ മഹേന്ദ്രൻ്റെ സംശയങ്ങൾക്ക് ഉത്തരമായി. നേരം പുലർന്നിട്ടും അനിൽ ബാബുവിൻ്റെ വീട്ടിൽ ശ്മശാന മൂകതയായിരുന്നു. ആർക്കും മിണ്ടാട്ടമില്ല. രാത്രി ആരും ഉറങ്ങിയിട്ടില്ല. ഒരു പേടി സ്വപ്നം കണ്ട ആദിയും വേവലാതിയുമാണ് എല്ലാവരുടെയും നെഞ്ചിനുള്ളിൽ. ലാപ്ടോപ്പിൽ കണ്ടതെല്ലാം ഏതോ കുറ്റാന്വേഷണ സിനിമയുടെ ചിതറിയ ദൃശ്യങ്ങളാണെന്ന് തോന്നും. സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല. ഒരു ചോദ്യമുണ്ടായാൽ, അതിനൊരു ഉത്തരമുണ്ടായാൽ, അതിനു തൊട്ടു പിന്നാലെ ഭയങ്കരമായൊരു വിപത്ത് സംഭവിച്ചേക്കുമെന്ന പോലുള്ള ഭീതിയിലാണ് എല്ലാവരും. അന്യോന്യം നോക്കുന്ന നോട്ടങ്ങൾ പോലും ബദ്നശമാണ്. അതിനാൽ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറിയിരുന്ന് കണ്ടതും അറിഞ്ഞതുമൊന്നും ശരിയാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു. നയോമി ഇതുവരെ എത്തിയിട്ടില്ല. രാത്രി ഷൂട്ടിംഗ് ഉണ്ടെന്ന് അഷ്ടമൂർത്തി പറഞ്ഞതിനാൽ അതേപ്പറ്റി വലിയ ആശങ്കയൊന്നും ആർക്കുമില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. വലിയൊരു കടങ്കഥയ്ക്കുള്ളിലെ ചോദ്യങ്ങൾ പോലെ ഉത്തരം കണ്ടുപിടിക്കാനെത്തുന്നവരെ കാത്തിരിക്കുകയാണ്. കാലത്ത് 10 മണിയായപ്പോൾ അഷ്ടമൂർത്തിയുടെ കാർ ഗേറ്റിൽ വന്നു. കൃഷ്ണമ്മയും അനിൽ ബാബുവും ജനലിൽ കൂടി നോക്കി. സൗദാമിനിയമ്മ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. ഉദയഭാനുവും സിറ്റൗട്ടിലേക്ക് വന്നു. കാറിൽ നിന്ന് അഷ്ടമൂർത്തി മാത്രമേ ഇറങ്ങിയുള്ളൂ. അയാൾ സാധാരണ പോലെ ഗേറ്റ് കടന്ന് മുറ്റത്തുകൂടി നടന്നു വന്നു. സിറ്റൗട്ടിൽ കയറി. സൗദാമിനിയമ്മയും കൃഷ്ണമ്മയും ഉറ്റുനോക്കുന്നതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. അവൾ ഇങ്ങോട്ട് വരില്ല. വെളുപ്പിന് 4 വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. രാവിലെ മഹീന്ദ്രൻ്റെ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോയി. അല്ലെങ്കിലും ഇനി അവളെ കാത്തിരിക്കേണ്ട, അഷ്ടമൂർത്തി പറഞ്ഞു. സൗദാമിനിയമ്മയുടെ നെഞ്ചിലൂടെ തണുത്ത ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. നിങ്ങൾ ഇന്നലെ പെൻഡ്രൈവിലെ വീഡിയോ കണ്ടില്ലേ? ഉവ്വ്, കണ്ടു, ഉദയഭാനു പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. നയോമി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇന്നലെ രാത്രി പെൻഡ്രൈവിലെ വീഡിയോയിൽ നിന്ന് അത് അറിഞ്ഞതാണെങ്കിലും അഷ്ടമൂർത്തി പറഞ്ഞു കേട്ടപ്പോൾ സൗദാമിനിയമ്മയുടെ ഹൃദയം 2 നിമിഷത്തേക്ക് നിശ്ചലമായി.